നമുക്കിന്ന് ഈ റോസ് ചെടിയിലുള്ള എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ് ഈ റോസ് ചെടീൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കനും അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒന്ന് ലൈക്ക് ഒന്ന് ചെയ്യാട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കട്ടെ. ഈ റോസിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങളെങ്ങനെ പരിഹരിച്ചത്, അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങളും ഞാൻ പറഞ്ഞ നിർദ്ദേശത്തിൽ എന്തെങ്കിലും അപാധകളുണ്ടെങ്കിൽ അതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് അത് കമൻറ്റ് ചെയ്യാട്ടോ. അപ്പോൾ ഈ റോസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴയാണല്ലോ പെയ്യണത്. ഈ മഴയത്ത് ഇപ്പോൾ റോസിന് നമ്മളിപ്പോൾ ഇങ്ങനെ നമുക്കൊരു സംശയം ഉണ്ടാവും. മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചീഞ്ഞിങ്ങനെ ഇതായിട്ടുണ്ടാവും. ഇങ്ങനെ ഇതുണ്ടല്ലേ ഈ റോസ് ഇതൊക്കെ പെട്ടെന്ന് പിന്നെ നാശമായി പോവുകയാണ്. ഒരു 3 ദിവസം കൊണ്ട് ഇതിങ്ങനെ ആവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഇത് നമ്മൾ മഴയത്ത് പിന്നെ വെച്ചിട്ടാണ് ഇത് മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റണം. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ആ ഒരു വിഡ്ഢിത്തങ്ങൾ ഒരിക്കലും ചെയ്യരുത്. പിന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെടി പറ്റാൻ കൊണ്ട് നശിച്ചു പോവുക ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ ചെയ്യേണ്ടത് ഈ പഴയ പൂക്കളൊക്കെ ഉണ്ടല്ലോ, ഇതിങ്ങനെ ചീഞ്ഞ് വെള്ളം നിന്ന് ചീഞ്ഞിട്ടുണ്ടെങ്കിൽ ഫംഗസ് ബാധ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം എടുത്ത് കളയാം. ഇങ്ങനെ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കത്രിക ഉണ്ടെങ്കിൽ അത് ആയിട്ടായാലും മതി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിതിൻ്റെ ഇതൊക്കെ നല്ല ശരിക്ക് കളയണം കേട്ടോ. അപ്പോൾ ഈ പൂവൊക്കെ നമ്മൾ എടുത്തിട്ട് ഇത് നമ്മളിതിൻ്റെ ഈ അടിഭാഗം ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ പിന്നെ ഇങ്ങനത്തെ ശിഖരങ്ങളൊക്കെ നമ്മൾ പൂവുണ്ടായത് ഒക്കെ കൊണ്ട് കട്ട് ചെയ്ത് കളയാം. ഇതിങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോൾ ആണ് ഇത് പുതിയ പൂക്കൾ വരിക കേട്ടോ. ഈ കത്രികയ്ക്ക് ഒരു മൂർച്ചം കുറവുണ്ട്. വേറെ ഇതിങ്ങനെ പിന്നെ കട്ട് ചെയ്ത് അതിൻ്റെ മൂർച്ച പറ്റ പോയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അങ്ങനെ നമ്മളിതൊക്കെ ഇതിന്മേ മുട്ടുകളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ അത്ര വിഷയമാക്കണ്ട കേട്ടോ. വേണ്ടിയില്ല, ഇതിന്മേൽ ഇപ്പോൾ ഒരു മുട്ടുണ്ട്, നമ്മൾ അത്ര കാര്യമാക്കി എടുക്കണ്ട. മുട്ടുകൾ പിന്നെയും നമ്മൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ മുട്ട് വേറെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ വേണ്ടിയില്ല, ഒക്കെ നമ്മൾ കത്രികക്ക് മൂർച്ചം കൊണ്ടാണ് പ്രശ്നം, മൂർച്ചല്ല. നമ്മൾ ഇങ്ങനെ വലിയ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒക്കെ പോയി. നമ്മൾ ഈ റോസിന് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് ഈ കട്ടിങ് കേട്ടോ. ഈ പിന്നെ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഈ അത് കട്ട് ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ പൂക്കളെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ കട്ട് ചെയ്യാൻ വൈകിയതാണ് ഇതിൻ്റെ പ്രശ്നം. നമുക്കൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവും, പിന്നെ ഒരു എന്തൊരു സങ്കടമൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇത്രയും നട്ട് വളർത്തി ഇങ്ങനെ കട്ട് ചെയ്യുക അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. റോസ് നമ്മൾ ശരിക്ക് നമ്മൾ കട്ട് ചെയ്യണം. ഇതിൻ്റെ ഇവിടെയൊക്കെ ഈ ഭാഗം ഇപ്പോൾ ആ ഒരു പൂണ്ടായിട്ട് ഇവിടെ കട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗമാണ് കട്ട് ചെയ്യേണ്ടിയിരുന്നത്. ഇതൊക്കെ വേണ്ടില്ല, ഇതൊക്കെ കട്ട് ചെയ്യാം. ഇതിലൊക്കെ പൂവുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ ഇത് വേണ്ടില്ല, നമ്മളിത് ഇതിന്മേൽ 1 2 3 മുട്ടുണ്ട് കേട്ടോ. ഒന്നും ഒരു കാര്യമാക്കണ്ട. നമ്മൾ അതൊക്കെ പിന്നെ അവിടെ നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ചെറിയ കട്ടിങ്ങൊക്കെ നമ്മൾ ചില ഇതിൽ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. ചിലപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ഉണ്ടാവലുണ്ട്. ഞാൻ അങ്ങനെ കുത്തിയിട്ടാണ് പല റോസുകളും ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഈ റോസ് നമ്മൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ ഈ എൻ്റെ പുതിയതുണ്ട് ഒരു മയിലിങ്ങനെ അവിടെ നിന്ന് കണ്ടില്ലേ, ആ തെങ്ങുമ്മലാണ് ഒരു മയിൽ, അതാണ് ആ സൗണ്ട് ഉണ്ടാക്കുന്നത്.
കണ്ടില്ലേ, ആ ഒരു തെങ്ങുമ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അവിടുന്ന് ഇങ്ങനെ നമ്മൾ വീഡിയോയ്ക്ക് ഒരു ശല്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പണി. അപ്പോൾ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളടുത്ത് ഈ ഒരു വള്ളി റോസാണ് കേട്ടത്. ഇത് നമ്മൾ കട്ട് ചെയ്യേണ്ട കാര്യമില്ല, നമ്മളിങ്ങനെ നിർത്തുക. പിന്നെ അത് കണ്ടില്ലേ, ഈ ഒരു റോസ് ഇതിങ്ങനെ പിന്നെ നീണ്ടു പോവാണ്. അപ്പോൾ അത് നമ്മൾ ഇവിടെ കട്ട് ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇതൊക്കെ എത്ര നീളാൻ സമ്മതിക്കരുത്. ഇതും കട്ട് ചെയ്യാം. ഇപ്പോൾ പുതിയതായിട്ടുണ്ടാകണതാണ്, അതുകൊണ്ട് അത് കട്ട് ചെയ്യണില്ല. ഒക്കെ അടിഭാഗമായിട്ടുണ്ട് കട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ ഇതിന്മേൽ ഈ പൂവ് കഴിഞ്ഞിട്ടാണ് ഇനി കട്ട് ചെയ്യുക. ഇത് അപ്പോഴത്തേനും ഇതൊക്കെ നല്ല ഇതുണ്ടല്ലേ, ഈ ഭാഗത്തൊക്കെ നല്ല പിന്നെ തേപ്പുകൾ വരുന്നുണ്ടല്ലോ. ഇതിന് ഇത് കട്ട് ചെയ്താൽ അത് നല്ല പൂക്കളുണ്ടാവും. പിന്നെ ഈ ഒരു റോസ് നമ്മൾ കുറേ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്ര അടിയിലാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ കത്രികൻ്റെ മൂർച്ച പറ്റ പോയിട്ടുണ്ടെന്ന് മൂർച്ച കൂട്ടേണ്ടതായിട്ടുണ്ട്. ഇതുണ്ട്, ഇത്ര വലിയ ഈ ഒരു റോസുമെന്ന് നമ്മൾ എത്ര കട്ട് ചെയ്യുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇതൊക്കെ ഇവിടെ വെച്ച് കട്ട് ചെയ്യട്ടോ. നമ്മൾ പൂവുണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. ഇതൊക്കെ ഇവരൊക്കെ നമ്മൾ കണ്ടില്ലേ, ഇതിനൊക്കെ പൂവുണ്ട് കേട്ടോ. ഇതൊന്നും നമ്മളൊരു ഇതും കൂടാതെ നമ്മൾ ഒരു ടെൻഷനും കരുതണ്ട. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇങ്ങനത്തെ നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന ശിഖരങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്യട്ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്യാൻ പോവാം. അതിന് കുറച്ച് പൂക്കളുണ്ടായതുകൊണ്ടാണ് അത് കട്ട് ചെയ്യാത്തത് കേട്ടോ. ഇനി അതിന് നല്ല ഷാറായിട്ടുണ്ടാവും. ഇത്ര നമ്മൾ ഇതിന്മേൽ കട്ട് ചെയ്യും. കണ്ടില്ല, അതൊന്നും നമ്മൾ ഒരിക്കലും ഈ പൂവുണ്ട് കരുതിയിട്ട് കട്ട് ചെയ്യണതിന് നമ്മളൊരു ഇത് കരുതണ്ട. അതൊക്കെ കണ്ട് കട്ട് ചെയ്യാം. ഇനി വേണമെങ്കിൽ നമുക്കിത് ഈ മറ്റ് ചില ചെടികളിലേക്ക് ഇത് പിന്നെ ഇത് ആക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയാണിത് ഈ ഒരു കൊമ്പും വന്നത്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ അത്. അതുകൊണ്ട് കരുതിയിട്ട് നമ്മൾ കട്ട് ചെയ്യാതിരിക്കരുത്. ഈ ഒരു റോസിൻ്റെ അത് നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പുതിയതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് പുതിയ പൂക്കൾ വരികയാണ്. അതുകൊണ്ടാണ് ഇത് നമ്മൾ കട്ട് ചെയ്യാത്തത്. കണ്ടില്ലേ, ഇതിലൊക്കെ പൂക്കൾ വരുന്നുണ്ട്. പിന്നെ ഇതിലൊക്കെ പുതിയതായിട്ട് പൂക്കൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പൂ കഴിഞ്ഞിട്ട് പിന്നെ കട്ട് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഈ പിന്നെ ഒരു ബലമില്ലാത്ത തണ്ടുകളുണ്ടല്ലോ, ഒക്കെ കത്രിക മൂർച്ച കൂട്ടൽ നിർബന്ധമായിട്ടുണ്ട്. അതിൽ 2 മുട്ടുണ്ട് കേട്ടോ. മുട്ടുണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ആരോഗ്യമില്ലാത്തത് മുറിച്ച് കളയാതിരിക്കുക. നമ്മളത് മുറിക്കുമ്പോഴാണ് നമ്മൾ റോസ് നല്ല ഉഷാറായിട്ടുണ്ടാവുക. കണ്ടില്ല, ഇങ്ങനത്തെ ഓരോരോ ഇതിപ്പോൾ പൂവിട്ട് കഴിഞ്ഞതാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ആ പൂവിട്ട് കഴിഞ്ഞ് അതിൻ്റെ അടിഭാഗം നോക്കി കട്ട് ചെയ്യണം. ഇത് കണ്ടില്ല, ഇതൊക്കെ ഇപ്പോൾ പൂവിട്ടതിൻ്റെ പിന്നെ ഇത് കഴിഞ്ഞതാണ്. ആ ഭാഗം നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യുക. ഇത് നമ്മൾ ഒരിക്കലും പിന്നെ തണലത്തേക്ക് വെക്കാനോ പിന്നെ പിന്നെ മഴ ഇല്ലാത്തടത്തേക്ക് വെക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ഇത് പിന്നെ വെയിലത്ത് തന്നെ നമ്മൾ സ്ഥലം ഒരിക്കലും ഇത് മാറ്റണ്ട. അത് അതിൻ്റെ ആ പഴയ സ്ഥലത്ത് തന്നെ നിലനിർത്തുക. എന്നിട്ട് അവിടെ വന്നിട്ട് നമ്മളത് വളമൊക്കെ ചെയ്ത് ഇതിൽ ഈ ഒരു മഞ്ഞ ഇല വരുന്നുള്ളതൊക്കെ നമ്മൾ കളയാണ് വേണ്ട കേട്ടോ. കണ്ടില്ല, നമ്മൾ ഇത്രയും പൂവുള്ളതൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ.
നമ്മളൊരിക്കലും അത് പൂവുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതിൽ ഒരു ഇതും കരുതണ്ട കേട്ടോ. നമുക്ക് അതിൻ്റെ ആ ഒരു വീണ്ടും നല്ല പൂക്കളുണ്ടാകാൻ നമുക്ക് സഹായമാകും കേട്ടോ. കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്താണ് കേട്ടത്. അപ്പോൾ ഇത് നമുക്ക് ഈ പൂക്കളിങ്ങനെ തീരുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിൽ വെള്ള റോസ് ഉണ്ട് കേട്ടോ. ഈ 2 റോസിൻ്റെ തൈകളാണ് ഇതിൽ നട്ടിട്ടുള്ളത്, വെള്ളയും അതുപോലെ തന്നെ റോസും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കമ്പുകളൊക്കെ നമ്മൾ കളയേണ്ട, അത് ഇതിലൊക്കെ കുത്തി കൊടുക്കാം കേട്ടോ. നമ്മൾ ഇപ്പോൾ ഇതിൽ കുത്തി കൊടുക്കുകയാണ് ഈ ഒരു കമ്പ്. ഈ റെഡ് പ്ലാന്റ് നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കും. പിടിക്കുകയാണെങ്കിൽ പിടിച്ചോട്ടെ, അങ്ങനെ ചിലത് പിടിക്കുള്ളൂ, അത്ര വലിയ കമ്പ് കുത്തിയാൽ പിടിക്കാൻ സാധ്യതയല്ല. എപ്പോഴും നമ്മൾ ഈ കമ്പ് കുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെറിയ കമ്പുകൾ കുത്തട്ടോ. ഈ വലിയ മൂപ്പ് ഇല്ലാത്ത ചെറിയ കമ്പുകളാണ് നമ്മൾ കുത്തി കൊടുക്കേണ്ടത്. അത് കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഒരു ഭാഗം ഞാൻ തന്നെ ക്യാമറ കൈകാര്യം ചെയ്യണം കേട്ടോ. അതാണ് അത്ര ഇങ്ങനെ തണ്ട് കനം കുറഞ്ഞ വളരെ വലിയ മൂക്കാത്ത കമ്പുകളാണ് നമ്മൾ കുത്തേണ്ടത്. ഇതിൻ്റെ ശരിക്കും നമ്മൾ ഇതിൻ്റെ ഇലകളൊക്കെ കളഞ്ഞ് കുത്തിയിട്ടുണ്ടെങ്കിൽ പിടിക്കണ സാധ്യത കുറച്ചുകൂടി കൂടും കേട്ടോ. അപ്പോൾ നമ്മളിത് കുറച്ച് നിലത്തും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് എല്ലാം ചട്ടിയിൽ ആയതുകൊണ്ട് അങ്ങനെ ആകണമെന്നൊന്നുമില്ല, നമ്മൾ നിലത്തും ഇത് കുറച്ച് കുത്തി കൊടുക്കുന്നുണ്ട്. നിലത്ത് കുത്തി കൊടുത്താലുള്ളത് പറഞ്ഞാൽ നല്ല ഉഷാറായിട്ട് പൂക്കൾ കിടും കേട്ടോ. സോറി, എൻ്റെ കൈയൊക്കെ കാണുന്നുണ്ട്, നമ്മൾ അത് ഇങ്ങനെ ചെയ്തതുകൊണ്ടേ, ക്യാമറ കൈകാര്യം ചെയ്തുകൊണ്ടാണ്. ഇവിടെ ചീര ഉണ്ടാക്കിയ സ്ഥലമാണ് കേട്ടോ. ചീരൻ്റെ ഇടയിലൊക്കെ അത് കുത്തി കൊടുക്കുക, ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അങ്ങനെ നമ്മളുണ്ടാവുമെന്ന് കരുതിയിട്ടല്ല അത് കുത്തണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം പിടിക്കുന്ന കരുതിയിട്ടൊന്നുമല്ല നമ്മൾ കുത്തണം കേട്ടോ. ഇത് ഒരു 10 കുത്തുമ്പോൾ 1 ഏതായാലും പിടിക്കും. അപ്പോൾ നമുക്ക് ഇത് ചട്ടിക്കോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലുമൊക്കെ മാറ്റി നടാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണിത്, എല്ലാം ഉണ്ടാവുമെന്ന് കരുതിയിട്ടൊന്നുമല്ല കുത്തുന്നത്. ഇങ്ങനെ ഞാൻ ആ ഭാഗത്ത് അപ്പുറത്ത് നമ്മളെ വീടിൻ്റെ ബാക്ക് വശത്ത് ഇങ്ങനെ ഈ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്നിടത്ത് നമ്മൾ കുത്തിയിട്ട് അവിടെ ഒന്നായിട്ട് എല്ലാം പിടിച്ചിട്ടോ. അപ്പോൾ കണ്ടില്ല, ഇവിടെ ഇങ്ങനെ നമ്മൾ റോസ് മഴക്കാലമായി കരുതിയിട്ട് പിടിക്കാതിരിക്കൊന്നുമില്ല കേട്ടോ. റോസിൻ്റെ കമ്പ് എവിടെ കണ്ടാലും ഇപ്പോൾ എടുത്തോളൂ. നമ്മളിപ്പോൾ കട്ട് ചെയ്ത എല്ലാ റോസിൻ്റെ കമ്പും നമ്മൾ ഇത് നിലത്ത് കുത്തുന്നുണ്ട് കേട്ടോ. എല്ലാ കമ്പുകളും നമ്മൾ ഒരൊറ്റ കമ്പും നമ്മൾ കളയണില്ല. എനിക്ക് ഈ ചെടി കട്ട് ചെയ്യുമ്പോൾ ഞാൻ എത്ര കമ്പുണ്ടെങ്കിലും അത് എങ്ങനെയെങ്കിലും നമ്മളത് നിലത്ത് കുത്തി വെക്കലാണ് കേട്ടോ. നമ്മൾ റോസായാലും എന്ത് ചെടി നമ്മൾ പ്രൂൺ ചെയ്യണ സമയത്ത്, ബോഗൺവില്ലയാണെങ്കിലും, ബോഗൺവില്ല തന്നെ അധികം അങ്ങനെ ചെയ്യാറില്ല. ഒരു സീസൺ ചെടി ആയതുകൊണ്ട് നമുക്കത് 6 മാസം പൂവും, പിന്നെ 6 മാസം നമ്മളത് കെയർ ചെയ്യുക, വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് ബോഗൺവില്ല, എല്ലാ കളറും ഉണ്ട് കേട്ടോ, എല്ലാ കളറും ബോഗൺവില്ല നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ അത് എല്ലാ കൊമ്പും നമ്മൾ ഇതാക്കില്ല, നമ്മൾ കുറച്ച് നമ്മൾ നശിച്ചു പോകാനായ ചെടി, അതുപോലെ ഈ വേറെ ആർക്കെങ്കിലും വേണമെങ്കിലൊക്കെ നമ്മൾ അതിൻ്റെ തൈ ഉണ്ടാക്കലുള്ളൂ. ഇത് റോസ് അങ്ങനെയല്ല കേട്ടോ. റോസ് ഒരു പീസ് ഉണ്ടെങ്കിൽ അത് കളയാതെ നമ്മൾ കുത്തി വെക്കും കേട്ടോ. ഇതിൽ ഈ ഒരു റോസിന് ഭയങ്കര മുള്ളാണ് കേട്ടോ. ഭയങ്കര മുള്ളെന്ന് പറഞ്ഞാൽ അത് കൈമേൽ കുത്തിയിട്ട് വേണ്ടിയില്ല, ചോരൊക്കെ ഒട്ടിട്ടുണ്ട്. കൈമേൽ കുത്തിയാൽ ഭയങ്കര വേദനയാണ്, നല്ല ആഴത്തിൽ ഇറങ്ങി തട്ടുണ്ടത്. അപ്പോൾ നമ്മൾ ഈ ചെടി, ഈ റോസ് ഈ ഭാഗം ഫുള്ള് ഇങ്ങനെ നട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇനി നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിലാണ് നമ്മളിതിൻ്റെ ബാക്കിയുള്ള കാര്യം നോക്കൽ കേട്ടോ. അതുവരെ അതങ്ങനെ നിൽക്കും. പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിന് വളമിട്ടിട്ട്
ഈ സൈഡിൽ പുല്ലൊക്കെ പറിച്ച് നമ്മൾ നല്ല കെയർ കൊടുക്കും. അതുവരെ ഇപ്പോൾ അത് അങ്ങനെ നിൽക്കാവും. ഒരു പീസും കളയണില്ല കേട്ടോ, എല്ലാ പീസും വേണ്ടില്ല. ഇവിടെയൊക്കെ നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്തതിലുള്ള പിന്നെ പൂവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ മഴക്കാലത്ത് റോസ് നശിച്ചു പോകും, അത് ഇതിലുള്ള ഒരു പേടിയും കരുതണ്ട കേട്ടോ. അത് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിർത്തിയിട്ട് ഞാൻ ചെയ്ത പോലെ അതിൻ്റെ പിന്നെ മഞ്ഞ നിറമുള്ള ഇലകളൊക്കെ മാറ്റി കൊടുക്കുക. പിന്നെ വെള്ളം നിന്ന് ചീഞ്ഞിട്ടുള്ള പിന്നെ പൂക്കളുണ്ടല്ലോ, പിന്നെ ഇതുപോലെ ഞാൻ കാണിച്ചു തരാം. ഇതുപോലുള്ള പൂക്കൾ ഒക്കെ മാറ്റി പിന്നെ എപ്പോഴും പിന്നെ ചെടി വൃത്തിയായി സൂക്ഷിക്കുക കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഈ പൂവ് എന്നും റോസ് നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിലുള്ള ഇതൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭംഗി നിലനിർത്തണമെങ്കിൽ നമ്മളെപ്പോഴും പിന്നെ റോസ് പിന്നെ പഴയ ചെടികളൊക്കെ പഴയ പൂക്കളൊക്കെ നമ്മൾ നുള്ളിക്കളയാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ അല്ലാതെ നീട്ടിക്കൊണ്ടോന്നില്ല, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. പുതിയൊരു വീഡിയോയിലായിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. അതിൻ്റെ മുൻപ് പറയാനുള്ളത്, നിങ്ങൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.